ഭഗവാന്റെ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിലെ മന്ത്രധ്വനികൾ കൊണ്ട് അഭിഷേകം ചെയ്തെടുക്കുന്ന ജലമാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ, ആ ഒരു ബിംബത്തിൽ തട്ടിയിട്ടുള്ള ആ ഒരു പരിശുദ്ധി ആ ഒരു ജലത്തിനുണ്ടായിരിക്കും. ഒപ്പം തന്നെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടുള്ള അതിൻ്റെയും ഒരു ശക്തി ആ ഒരു ജലത്തിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ തീർത്ഥം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സേവിക്കാനായിട്ട് നൽകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിശുദ്ധി ഉണ്ടല്ലോ, ആ ഒരു ശുദ്ധി അത് നമുക്കും ലഭിക്കുമെന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ സേവിക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കൈകളിങ്ങനെ മടക്കിയിട്ട് ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ടാണ് തീർത്ഥം നമ്മൾ സ്വീകരിക്കുക. എന്നിട്ടാണ് നമ്മളത് സേവിക്കുക. അപ്പോൾ നമ്മുടെ ഉൾഭാഗം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ ശിരസിലും ദേഹത്തൊക്കെ തെളിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന് പുറത്തും അത് ശുദ്ധമാക്കും. അപ്പോൾ ഉള്ളിലും ശുദ്ധമായി, പുറത്തും ശുദ്ധമായി. ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങുമ്പോൾ, ഭഗവാനെ തൊഴുത് തീർത്ഥം സേവിച്ച് മടങ്ങുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും ശുദ്ധരായിട്ട്, അതായത് ശുദ്ധമായിട്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഒരു